ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ തുടരുകയാണ്. ശ്രീനാഥ്, ഈ റഹീം അസ്ലം എന്ന ആളിനെ പറ്റി ഉള്ള വിശദീകരണങ്ങൾ അതിപ്പോൾ സമീർ പറയുകയായിരുന്നു. അപ്പോൾ അതിൽ ആകപ്പാടെ ചില പൊരുത്തക്കേടുകളുണ്ട്. ഇവിടുന്ന് അദ്ദേഹം ഈ കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്നു, മുംബൈയിലെത്തുന്നു, അതിനുശേഷം കുട്ടികൾ വേറൊരു വഴിക്ക്, അയാൾ വേറൊരു വഴിക്ക് ഈ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വീട് വിട്ടിറങ്ങുന്നതിൽ നിന്ന് എന്ന് പറയുന്നു. പക്ഷേ അവർ പിന്നീട് അയാളും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. എന്തുകൊണ്ട് അത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ അവരുടെ സ്കൂളിനെ ഒന്നും അറിയിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അല്ലെ, ഉത്തരവാദിത്തപ്പെട്ട ആരെയും അറിയിച്ചില്ല, അവരുടെ കൂടെ ഇദ്ദേഹവും യാത്ര ചെയ്യുന്നു. ഈ ഇപ്പോഴും ഫോണിൽ അവൈലബിൾ ആണ് ഈ റഹീം അസ്ലം എന്നയാളല്ലേ? തീർച്ചയായും റഹീം അസ്ലം തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറയുന്ന പല വാദങ്ങളും വളരെ ദുർബലമാണ്. ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവമൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോകേണ്ട ഒരു പ്രായവുമല്ല അദ്ദേഹത്തിൻ്റെ പ്രായവും 23-ന് മുകളിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. +2 വരെയാണ് അദ്ദേഹത്തിന് പഠനം കിട്ടിയത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് മഞ്ചേരിയിലൊരു തുണിക്കടയിൽ അയാൾ ജോലി ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ അയാൾ പറഞ്ഞത് മുംബൈയിൽ ഈ തുണിത്തരങ്ങൾ നോക്കാൻ വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കടയുടമയോട് പറഞ്ഞതിന് ശേഷമാണ് താൻ യാത്ര തിരിച്ചത്. നേരിട്ട് ഈ യാത്രയിൽ മുൻകൂട്ടി ഒരു പദ്ധതിയൊന്നും തന്നെ ഈ കുട്ടികളുമായി ഉണ്ടാക്കിയിരുന്നില്ല. പിന്നീട് കോഴിക്കോട് നിന്ന് താൻ ട്രെയിനിൽ കയറി, ട്രെയിനകത്ത് വെച്ചാണ് കുട്ടികളെ കാണുന്നത്. പിന്നീട് ഇവിടെ വരെ യാത്ര ചെയ്തു. മുംബൈ CSTയിൽ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു എന്നതാണ് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ റഹീം പറയുന്നുണ്ട്, ഇതിനിടെ ഈ പോലീസിൻ്റെയും മറ്റും ഫോൺ കോൾ തനിക്ക് വന്നിരുന്നു, ഈ കടയുടമയുടെ അടക്കം ഫോൺ കോൾ വന്നിരുന്നു. ഇതിൻ്റെ ഒരു ഗൗരവം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു ഗൗരവവും ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും ഒക്കെ തന്നെ ഇവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതേ തുടർന്ന് ആണ് റഹീം പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നതാണ് ആദ്യഘട്ടത്തിൽ അയാൾ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവിടെ വെച്ച് കുട്ടികൾ ഒപ്പം വരാൻ കൂട്ടാക്കിയില്ല, അവർ മറ്റൊരു വഴിക്ക് പോവുകയും ചെയ്തു. ഇത്രയുമാണ് അയാൾ പറഞ്ഞത്. പക്ഷേ പിന്നീട് സലൂണിലെത്തിയതിന് ശേഷവും കുട്ടികളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. കുട്ടികൾ തന്നെയാണ് അങ്ങോട്ട് വിളിച്ചതെങ്കിൽ പോലും ഇയാളുമായുള്ള സംസാരം അവിടെയും നടന്നിരുന്നു. സലൂണിൽ നിന്നുള്ള മൊബൈൽ ഫോൺ വാങ്ങിയാണ് ഇവർ ഫോണിൽ ഇയാളെ വിളിച്ചത്. ഇയാൾ ലൊക്കേഷനും മറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതിൽ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതായി ഞാൻ കേട്ടു. ഏതായാലും ഇയാളെ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിലൊന്നും തന്നെ കൃത്യമായി പറയാൻ തയ്യാറല്ല. ആളൊരു പരിഭ്രമിച്ച അവസ്ഥയിലാണ്. ഞാൻ എവിടെയാണ് വന്ന് കാണാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചാണ്. പക്ഷേ ആ സമയത്ത് അയാൾക്ക് അതിന് തയ്യാറല്ല, തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് റഹീമിനെ ട്രാക്ക് ചെയ്യുക കൂടി പ്രധാനമാണ്. അയാൾ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നതാണ് അയാൾ പറയുന്നത്. അതങ്ങനെ തന്നെയായിരുന്നോ, മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് മനസ്സിലാവൂ. അതുകൊണ്ട് റഹീമിനെ കൂടി വേഗത്തിൽ പിടികൂടേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതിനുള്ള ശ്രമം കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ആദ്യം കണ്ടെത്തുക എന്നത് തന്നെയാണ്, അത് തന്നെയാണ് പരമപ്രധാനം. അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകളും മറ്റും കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്തുന്നത്. കുട്ടികൾ മുംബൈക്ക് പുറത്തേക്ക് പോകാനായി ഇനി അല്ല, മുംബൈയിൽ നിന്ന് മടങ്ങാൻ ശ്രമിച്ചാലോ കുട്ടികളെ വേഗത്തിൽ തന്നെ കണ്ടെത്തുക. മറ്റൊരാപത്തിലേക്ക് കുട്ടികൾ പോകാതെ, ഇതുവരെ മറ്റൊരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടും യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കാതെ കുട്ടികളെ അവരുടെ വീടുകളിലേക്ക്, രക്ഷിതാക്കളുടെ കൈകളിലേക്ക് മടക്കി കൊടുക്കേണ്ടത് ഇവിടെയുള്ള മലയാളികളുടെ കൂടി ഒരു ഉത്തരവാദിത്വമായി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് അവർ ഒരുങ്ങുന്നതും. രാത്രി മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലും മറ്റും പരിശോധന നടത്താൻ വേണ്ടി ഉറച്ചു തന്നെ അവർ വിവിധ റെയിൽവേ സ്റ്റേഷനുകളും മറ്റും കാത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഓരോ സ്റ്റേഷനിലും നിൽക്കുന്ന ആളുകളുമായൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അവരൊക്കെ തന്നെ എല്ലാ ട്രെയിനുകളും പരിശോധിച്ച് ഈ 3 പേരെയും കണ്ടെത്താൻ കഴിയുമോ, 3 പേരെയും കുറിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നതെന്നും പറയുന്നുണ്ട്. ഏതായാലും നാട്ടിലേക്കുള്ള ട്രെയിനുകൾ ഇനി അവശേഷിക്കുന്നു. ഇപ്പോൾ രാത്രിയുള്ള ട്രെയിനുകൾ 2 കൂടി പൻവേയിൽ എത്താനുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് എത്തുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് നിർണായകമായ ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. റോഡ് മാർഗമാണ് അവർ പോകുന്നത്. ഇടയിൽ എവിടെയെങ്കിലും അവർ ഇറങ്ങുമോ എന്നതൊന്നും അറിയില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാകൂ. ഇന്ന് രാത്രി തങ്ങാം എന്നൊക്കെ വിചാരിച്ചാൽ മാത്രമേ അത് കുറച്ചുകൂടി സങ്കീർണമാകും. ഇനി അതല്ല, ശ്രീനാഥ്, ഈ കുട്ടികൾ ഈ പറയുന്ന, അതായത് ആ സലൂണിലിരുന്ന് സംസാരിക്കുന്ന വളരെ ചുരുങ്ങിയ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ശബ്ദ ശകലമാണ് നമ്മൾ കേട്ടത്. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർക്ക് ഈ സ്ഥലത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരിനി എങ്ങോട്ട് പോകണം എന്നതിനെ പറ്റിയോ ഒന്നും, ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്നതിനപ്പുറത്തേക്ക് പിന്നീട് അവരെ നമുക്ക് അങ്ങനെ പോയാലോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിൽ അവർക്ക് ആ സ്ഥലത്തെപ്പറ്റി, അതിൻ്റെ ഭൂമിശാസ്ത്രമൊന്നും അറിയില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ആരും ഗൈഡ് ചെയ്യാനില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പൻവേലിലൊക്കെ രാത്രി എത്തിപ്പെടാൻ പറ്റുമോ? അവിടെ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ അവർക്ക് ഇന്ന് തന്നെ യാത്ര തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ബന്ധങ്ങൾ വെച്ചിട്ടുള്ള യാത്രയാണ് ഇതെങ്കിൽ ഒരുപക്ഷെ മറ്റു സൗഹൃദങ്ങൾ കൂടി അവിടെ കാണണം. അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ?
തീർച്ചയായും റഹീം പറയുന്നത് ഈ വൈകിട്ടോടെ ഈ ട്രെയിനിൽ നേത്രാവതി എക്സ്പ്രസ്സിൽ പൻവേൽ വന്നിറങ്ങി അവിടെ നിന്നൊരു മെട്രോയിൽ സഞ്ചരിച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ അത് മെട്രോ അല്ല, സബർബൻ ട്രെയിനാണ്. അയാൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. അവിടെ നിന്ന് വലിയൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി എന്ന് പറയുന്നത് CST റെയിൽവേ സ്റ്റേഷനാണ്. പൻവേലിൽ നിന്ന് നേരിട്ട് CST റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനുണ്ട്, സബർബൻ ട്രെയിനുണ്ട്. അവിടെ നിന്നാണ് അതിനുശേഷമാണ് ഇവർ പിരിയുന്നതും. അതുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനാണെങ്കിൽ പോലും CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം പോവുകയാണെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറോട് കൂടി തന്നെ പൻവേൽ 1-1.5 മണിക്കൂറോടെ പൻവേലിൽ എത്താൻ ഈ കുട്ടികൾക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ഇതിനോടകം തന്നെ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. റോഡ് മാർഗമാണെങ്കിൽ അതത്ര എളുപ്പമല്ല. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് CSTയിൽ നിന്ന് പൻവേലിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ പോലും മാപ്പിൽ നോക്കുമ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറിന് അപ്പുറത്തേക്ക് സമയം കാണിക്കുന്നുണ്ട്. വലിയ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ അവരിപ്പോൾ എത്തുന്ന സതേ ഉണ്ടാവും. ട്രെയിൻ മാർഗമാണെങ്കിൽ ഇതിനോടകം തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല അവർക്ക് ഭാഷ വലിയ പരിചയമില്ല, ഹിന്ദി ഭാഷ പരിചയമില്ല. ഈ സലൂണിലെ ഉടമ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മലയാളിയാണോ എന്ന് ചോദിച്ച് ഉടമ തന്നെ നേരിട്ട് അവരോട് സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല നമ്മൾ എങ്ങോട്ട് പോകണം എന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ, അതായത് ഈ മുടിവെട്ടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ചിത്രീകരിച്ച വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടികൾ മാത്രമല്ല പൻവേലിലേക്ക് എങ്ങനെ പോകുമെന്ന കാര്യം കൂടി ചോദിച്ചിട്ടാണ് അവർ മടങ്ങിയത്. അതുകൊണ്ട് ഒരുപക്ഷെ പൻവേൽ ലക്ഷ്യമാക്കി തന്നെ ആയിരിക്കാം കുട്ടികൾ പോയിട്ടുണ്ടാവുക എന്നൊരു പ്രതീക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ തന്നെ ആകണം എങ്കിൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ കുട്ടികളെ കണ്ടെത്താൻ കഴിയൂ. ഇനി അതല്ല മറ്റേതെങ്കിലും പദ്ധതിയാണ് കുട്ടികളുടെ മനസ്സിലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. ഇനി വിജയകുമാർ ചോദിച്ചതുപോലെ ഈ റഹീം അല്ലാതെ മുംബൈയിൽ മറ്റാരെങ്കിലും പരിചയമുള്ളതുണ്ടോ എന്ന കാര്യങ്ങളിൽ തന്നെ ഒരു വ്യക്തതയില്ല. അത്തരം സംശയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ ധൈര്യത്തോടെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിറങ്ങുക എന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ അത് ഒരു സാഹസമാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള അതിനെ പ്രേരിപ്പിച്ച തരത്തിൽ ഏതെങ്കിലും ബന്ധങ്ങളോ ആരെങ്കിലും പരിചയമൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ സലൂണിലേക്ക് പോകുന്ന വഴി അവരെ കണ്ട ആൾ പറയുന്നത് ഇവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നു. സലൂണിലേക്ക് ഉള്ള വഴി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു എന്നതാണ്. സലൂണിൽ എത്തുമ്പോഴും ഇവർ 2 പേർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പുറത്തു പോകുമ്പോഴും ഇവർ 2 പേർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നീട് ഈ മുംബൈയിൽ വന്നിറങ്ങിയതിന് ശേഷം പിന്നീടുള്ള യാത്രയിൽ അവരിപ്പോൾ ഒറ്റയ്ക്കാണ്. സലൂണിൽ നിന്നുള്ള പോകുമ്പോഴും അവർ ഒറ്റയ്ക്കാണ്. പിന്നീട് ആരെങ്കിലും കണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ വ്യക്തതയില്ല. അവരുടെ യാത്ര എങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ കൃത്യമായി നമുക്ക് ട്രാക്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ചില സാധ്യതകൾ മാത്രമാണ്. അവർ സലൂണിനകത്ത് നിന്ന് നടത്തിയ ചില സംസാരം, അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ പോകാനിടയുള്ള വഴികളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഒരുപക്ഷെ പൻവേലിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കണക്കിലാക്കുക. എന്ന് വെച്ചാൽ പൻവേൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തുന്നില്ല, മറ്റിടങ്ങൾ കൂടി കുർള അടക്കമുള്ള LTT അടക്കമുള്ള ഇടങ്ങളിൽ കൂടി ഏതായാലും പരിശോധന നടത്തുന്നുണ്ട്. കൃത്യമായി തന്നെ കുട്ടികൾ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടികളെ സുരക്ഷിതമായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരെ സംരക്ഷിച്ച് നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ മുംബൈയിൽ തയ്യാറുമാണ്. കേരള പോലീസ് നാളെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നീട് അവർക്ക് കൈമാറാനും കഴിയും, സുരക്ഷിതരായി അവർക്ക് വീട്ടിലേക്ക് പോകാനും കഴിയും. ഇതുവരെ കുട്ടികൾക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്ന വിവരം കൂടി ആശ്വാസകരമാണ് വിജയകുമാർ. ഉറപ്പായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ അവരവിടെ ഉണ്ട്. അവരവിടെ നിന്ന് ഇപ്പോൾ മുംബൈയിൽ നിന്ന് അവരെങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ മുംബൈ സിറ്റിയിൽ നിന്ന് അവരെങ്ങോട്ട് പോയി എന്നാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ അതിനൊരു 1-1.5 മണിക്കൂർ യാത്ര ചെയ്യാവുന്ന പരിസര പ്രദേശങ്ങളിൽ അവരുണ്ടാകും. അവരൊരു പക്ഷേ നാട്ടിലേക്ക് തന്നെ തിരികെ വരാൻ ഉള്ള ട്രെയിനിന് അന്വേഷിക്കുന്നതാകാം പൻവേലിൽ. അവരതിനായിരിക്കാം അവിടേക്ക് പോകാൻ തീരുമാനിച്ചതെന്നൊരു സൂചനയാണുള്ളത്. കേരള പോലീസ് നാളെയോടെ അവിടെ എത്തും. കുട്ടികളെ അതിനു മുമ്പ് തന്നെ അവിടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. മലയാളി സുഹൃത്തുക്കളൊക്കെ അവരെ തിരഞ്ഞ് ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം, അവരുടെ ചിത്രങ്ങളൊക്കെ വന്നതിന് ശേഷം, മുംബൈയിൽ അവരുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമൊക്കെ അവരൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രാത്രി തന്നെ അവരെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. സുരക്ഷിതരായി മാതാപിതാക്കളുടെ കൈകളിൽ അവരെ ഏൽപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഈ നമ്പറിലാണ് അറിയിക്കേണ്ടത്. ആ നമ്പർ നമ്മളുടെ സ്ക്രീനിൻ്റെ മുകളിൽ നൽകുന്നുണ്ട്. 9048981938 ആ നമ്പറിൽ വിളിക്കുക, വിവരം അറിയിക്കുക. അപ്പോൾ കേരള പോലീസ് നാളെയാണ് അവിടേക്ക് പോകുന്നത്. ഇതിനോടകം തന്നെ കേരള പോലീസ് വിവരങ്ങൾ മുംബൈ പോലീസിനെ അറിയിക്കുകയും അത് സംയുക്തമായ ഒരു പരിശോധന എന്ന നിലയിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ സമീർ ബിൻ കരീമും ശ്രീനാഥ് ചന്ദ്രനുമാണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു, അതിനുശേഷം കൂടുതൽ വാർത്തകൾ.